എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ചെറിയ ഫുഡ് ബിസിനസ്സുകൾ, അതായത് ഈ ക്ലൗഡ് കിച്ചനുകളൊക്കെ ഒരു ഊർജ്ജ പ്രതിസന്ധി വന്നാൽ എങ്ങനെ പിടിച്ചു നിൽക്കും? അതിനൊരു വഴിയുണ്ട്. അതും സ്വന്തം വേസ്റ്റിൽ നിന്ന് തന്നെ ഇന്ധനം ഉണ്ടാക്കിയിട്ട്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് നോക്കാം. ഒന്നോർത്തു നോക്കൂ. നിങ്ങൾ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുകയാണെന്ന് വെക്കുക. പെട്ടെന്നൊരു ദിവസം LPG സപ്ലൈ നിന്നു. പിന്നെത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും? വെറും 3 ദിവസം. അതെ, മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കട പൂട്ടേണ്ടി വരും. ഇതാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്ക ക്ലൗഡ് കിച്ചണുകളുടെയും ഒരു അവസ്ഥ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം ഇതാണ്: ഗ്യാസ് കിട്ടാതെ വന്നാൽ എന്ത് സംഭവിക്കും? ഇത് ശരിക്കും ഇന്ത്യയിലെ റെസ്റ്റോറന്റുകൾ എത്രത്തോളം ഊർജ്ജത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കണക്കുകളൊന്ന് നോക്കിക്കേ. നമ്മൾ ഉപയോഗിക്കുന്ന LPGയുടെ പകുതിയിൽ കൂടുതൽ, അതായത് 55-60% പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും ഒരു ക്ഷാമം വന്നാലോ? ഗവൺമെന്റ് ആദ്യം ഗ്യാസ് കട്ട് ചെയ്യുന്നത് വീടുകളിലല്ല, മറിച്ച് റെസ്റ്റോറന്റുകൾ പോലുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കാണ്. അവർക്ക് വേറെ ബാക്കപ്പ് പ്ലാൻ ഒന്നുമില്ല താനും. ഫലമെന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 3 ദിവസം കൊണ്ട് ബിസിനസ് പൂട്ടും. ഈ ചാർട്ട് കണ്ടില്ലേ? അത് ഈ ആശ്രയത്വം ഒന്നുകൂടി വ്യക്തമാക്കും. നമ്മുടെ ആവശ്യത്തിന്റെ 60% LPG വരുന്നത് കടൽ കടന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിന്റെ മറ്റേതോ കോണിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം നേരെ വന്ന് തട്ടുന്നത് നമ്മുടെയൊക്കെ അടുക്കളയിലായിരിക്കും. അപ്പോൾ ഈ വലിയ പ്രശ്നത്തിനുള്ളൊരു പരിഹാരം നിങ്ങളെ കിച്ചണിലെ വേസ്റ്റ് ബിന്നിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓക്കെ, പ്രശ്നം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അതിന്റെ പരിഹാരത്തിലേക്ക് കടക്കാം. എങ്ങനെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റിൽ നിന്ന് തന്നെ സ്വന്തമായി ഇന്ധനം ഉണ്ടാക്കാമെന്ന് നോക്കാം. എന്താണ് ഈ ബയോഗ്യാസ്? സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ കളയുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊരു അടച്ച ടാങ്കിലിടുന്നു. ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അതിലുള്ള ചെറിയ ബാക്ടീരിയകൾ ഈ വേസ്റ്റിനെ വിഘടിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് കത്തിക്കാൻ പറ്റുന്ന മീഥേൻ ഗ്യാസ് കിട്ടുന്നത്. ഇത് തികച്ചും ഒരു സ്വാഭാവിക പ്രക്രിയയാണ്, അല്ലാതെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പം നമുക്ക് LPG സിലിണ്ടറും ഈ ബയോഗ്യാസും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. LPGക്ക് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം, അത് ലോറി വരണം, വിതരണക്കാർ തരണം. എന്നാൽ ബയോഗ്യാസിന്റെ അസംസ്കൃത വസ്തുവോ? നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് തന്നെ, തികച്ചും സൗജന്യം. ഇനി ഒരു പ്രതിസന്ധി വന്നാലത്തെ കാര്യം ആലോചിച്ചു നോക്കൂ. LPG കിട്ടാനേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കരിഞ്ചന്തയിൽ കൊള്ളവില കൊടുക്കേണ്ടി വരും. പക്ഷെ ബയോഗ്യാസോ? നമ്മുടെ വേസ്റ്റ് ഉള്ളിടത്തോളം കാലം ഒരു തടസ്സവുമില്ലാതെ നമുക്ക് ഗ്യാസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം LPGയെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതൊന്നുമല്ല, അത് പ്രായോഗികവുമല്ല. പകരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കട പൂട്ടാതെ മുന്നോട്ടു പോകാൻ വേണ്ട ഒരു 30 മുതൽ 50% വരെ ഇന്ധനം സ്വയം കണ്ടെത്തുക. ആ ഒരു ബാക്കപ്പ്, അത് മാത്രം മതി നിങ്ങളുടെ ബിസിനസ്സിനെ രക്ഷിക്കാൻ. ഇനി ഈ ബയോഗ്യാസ് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത കൂട്ടുന്ന നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ഘടകം കൂടിയുണ്ട്. എന്താണെന്നല്ലേ? നമുക്ക് നോക്കാം. അപ്പോ എന്തായിരിക്കും ഈ സംവിധാനത്തിനൊരു സൂപ്പർ പവർ കൊടുക്കുന്ന ആ ഒരു രഹസ്യ ചേരുവ? ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, വളരെ സുലഭമായി കിട്ടുന്നൊന്നാണ്. അത് ചാണകമാണ്. അതെ, പശുവിന്റെ ചാണകം. നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങളുടെ കൂടെ കുറച്ച് ചാണകം കൂടി ചേർക്കുന്നത് ഒരു മാജിക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ചാണകത്തിൽ ഗ്യാസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകളുണ്ട്. അത് ഈ പ്രോസസ്സ് വേഗത്തിലാക്കും. അതുപോലെ ഭക്ഷണ വേസ്റ്റിലെ കാർബൺ നൈട്രജൻ അനുപാതം ബാലൻസ് ചെയ്യാനും ഇത് സഹായിക്കും. തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ടാങ്കിലെ ചൂട് നിലനിർത്താനും ഇത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്യാസിന്റെ ഉൽപ്പാദനം ഏകദേശം 20-30% വരെ കൂടും. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഇത് കിട്ടാൻ വലിയ പാടുമില്ല. ഓക്കെ, അപ്പോൾ ഈ ടെക്നോളജി എന്തുകൊണ്ടാവും ക്ലൗഡ് കിച്ചനുകൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്? നമുക്കതിൻ്റെ കാരണങ്ങളിലേക്ക് പോവാം. നോക്കൂ, ക്ലൗഡ് കിച്ചനുകൾക്ക് പല ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടെ ആൾക്കാർക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് വയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അധികം ആരും ശ്രദ്ധിക്കുകയുമില്ല. രണ്ടാമത്, ഇത് ഡെലിവറി മാത്രമുള്ള മോഡലായതുകൊണ്ട് ഗ്യാസ് കുറവാണെങ്കിൽ ഓർഡറുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. കട പൂട്ടേണ്ടി വരില്ല. പിന്നെ ഏറ്റവും പ്രധാനമായി, ക്ലൗഡ് കിച്ചൺ നടത്തുന്ന മിക്കവരും പുതിയ ടെക്നോളജികൾ പരീക്ഷിക്കാൻ താൽപ്പര്യമുള്ളവരാണ്. അവർക്ക് ഇതിന്റെ ഗുണം പെട്ടെന്ന് മനസ്സിലാകും. ശരി, എന്തിന് എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എങ്ങനെ എന്നതിലേക്ക് കടക്കാം. ഈ സിസ്റ്റം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, എന്ത് ചെലവ് വരും എന്നൊക്കെ നോക്കാം. ഇത് നടപ്പിലാക്കാൻ വളരെ ലളിതമായ ഒരു 3 ഘട്ട പ്ലാനുണ്ട്. ആദ്യത്തെ ഘട്ടം, സിസ്റ്റം ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുക, കൂടെ കുറച്ച് സെൻസറുകളും വയ്ക്കുക. ഇതിന് ഏതാണ്ട് 2-3 മാസം എടുക്കും. രണ്ടാമത്തെ ഘട്ടം, ഒരു 3 മുതൽ 6 മാസം വരെ ഇതിൽ നിന്ന് എത്ര ഗ്യാസ് കിട്ടുന്നു, എത്ര പൈസ ലാഭിക്കാമെന്നൊക്കെയുള്ള ഡാറ്റ ശേഖരിക്കുക. മൂന്നാമത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, നമ്മളുണ്ടാക്കിയ ഡിസൈനും കിട്ടിയ ഡാറ്റയും പഠിച്ച കാര്യങ്ങളുമെല്ലാം ഒരു ഓപ്പൺ സോഴ്സായിട്ട് എല്ലാവർക്കും ലഭ്യമാക്കുക. അപ്പോൾ മറ്റുള്ളവർക്കിത് നോക്കി എളുപ്പത്തിലുണ്ടാക്കാമല്ലോ.
ഇനി ചെലവിന്റെ കാര്യം. ഈ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യാൻ ആകെ വരുന്നത് ഏകദേശം 33,000 രൂപ മുതൽ 66,000 രൂപ വരെയാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തുകയല്ല, അല്ലേ? സാധാരണ ദിവസങ്ങളിൽ, അതായത് ഗ്യാസിന് ക്ഷാമമൊന്നുമില്ലാത്ത സമയത്ത്, നിങ്ങൾ മുടക്കുന്ന ഈ പൈസ 18 മുതൽ 30 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരികെ കിട്ടും. അതായത് 1.5-2.5 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ. വളരെ നല്ലൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റാണിത്. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ യഥാർത്ഥ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രതിസന്ധി വരുമ്പോഴാണ്. LPG സപ്ലൈ ഇല്ലാത്ത ആ 3 ദിവസം നിങ്ങളുടെ കട അടച്ചിടാതെ ഇത് നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങൾ ലാഭിക്കുന്നത് ചുരുങ്ങിയത് 80,000 രൂപയുടെ ബിസിനസ്സാണ്. ഓർക്കണം, ആ സമയത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം കടപൂടിയിരിക്കുകയായിരിക്കും. ഇതൊരു സാധാരണ ബയോഗ്യാസ് പ്ലാന്റ് മാത്രമല്ല. കുറഞ്ഞ വിലയ്ക്കുള്ള ടെമ്പറേച്ചർ, പ്രഷർ സെൻസറുകളും റാസ്പ്ബെറി പൈ പോലുള്ളൊരു ചെറിയ കമ്പ്യൂട്ടറും ഉപയോഗിച്ച് നമുക്കിതിനെ ഒരു സ്മാർട്ട് സിസ്റ്റമാക്കി മാറ്റാൻ പറ്റും. ടാങ്കിനുള്ളിലെ ചൂടെത്രയാണ്, ഗ്യാസ് എത്രത്തോളം സ്റ്റോക്കുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ അപ്പപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അലർട്ടായി വരും. എങ്ങനെയുണ്ട്? അവസാനമായി ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് നമ്മൾ വരികയാണ്. അതായത് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു സഹകരണത്തിന്റെ മനോഭാവം. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇതിന് പേറ്റന്റുകളില്ല, ഇതൊരു കമ്പനിയല്ല, ആർക്കും പകർത്താനും മാറ്റങ്ങൾ വരുത്താനും ഇതിനേക്കാൾ മികച്ചതാക്കാനും കഴിയുന്ന ഒരു ഫ്രെയിംവർക്ക് മാത്രം. കണ്ടില്ലേ? ഇതിന്റെ ലക്ഷ്യം എന്തെങ്കിലും വിറ്റ് കാശാക്കലല്ല, മറിച്ച് പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിടാനുള്ള അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക എന്നതാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: അടുത്ത തവണ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ് തുറന്നുവെക്കാൻ നിങ്ങൾ എന്ത് മാർഗമാണ് കണ്ടുവച്ചിരിക്കുന്നത്? അതിജീവനത്തിനുള്ള വഴികൾ നമ്മുടെ എല്ലാം ചുറ്റിലുമുണ്ട്. നമ്മളതൊന്ന് കണ്ടെത്താനും അത് പ്രാവർത്തികമാക്കാനും തയ്യാറായാൽ മാത്രം മതി.